ഭവൻ ഇതല്ലേ നമ്മൾ ഉദ്ദേശിച്ച അഭയകേന്ദ്രം? സ്ഥലം ഇത് തന്നെയാ. ഈ സ്ഥലം കണ്ടിട്ട് ഒരു അഭയകേന്ദ്രമാണെന്ന് തോന്നുന്നില്ലല്ലോ. ശാന്തി ഭവൻ അഭയകേന്ദ്രം എന്നല്ലേ ബോർഡ് വെച്ചിരിക്കുന്നെ. അപ്പൊ ഇത് തന്നെ ആയിരിക്കും ഗബ്രിയേൽ സാറ് പറഞ്ഞ അഭയകേന്ദ്രം. അഭയകേന്ദ്രം എന്നൊക്കെ കേട്ടപ്പോ ഞാൻ ഇങ്ങനൊരു സ്ഥലമല്ല പ്രതീക്ഷിച്ചെ. അഭയകേന്ദ്രങ്ങളിൽ ഇങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവോ? ഏതോ ഫോറിൻ മാനേജ്മെന്റ് ട്രസ്റ്റ് നടത്തുന്ന സ്ഥാപനമാ, അതുകൊണ്ടായിരിക്കും ഈ സെറ്റപ്പ്. വാ. ആരോടെ ഇപ്പോ ആരവന്റെ അമ്മയെ കുറിച്ച് അന്വേഷിക്കുന്നത്? നമുക്ക് അവരോട് ചോദിക്കാം. വാ. ഹായ് അങ്കിൾ. ഇവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയുണ്ട് അമ്മച്ചി? എവിടെ ചെന്നാലും ഇവൾ ആദ്യം ചോദിക്കുന്നത് ഫുഡാ. ഫുഡിനെ പറ്റി ചോദിച്ചാൽ എന്താ കുഴപ്പം? ഇങ്ങനെയുള്ള അഭയകേന്ദ്രങ്ങളിൽ അന്തേവാസികൾക്ക് നല്ല ഫുഡാണോ കൊടുക്കണതെന്ന് നമ്മൾ അറിയണ്ടേ? അതൊക്കെ പിന്നെ തിരക്കാം. ആന്റി, ഇവിടുത്തെ ഓഫീസ് എവിടെയാ? ഇവരാരും മിണ്ടാത്ത എന്താ? നമ്മുടെ ഭാഷ അറിയാത്തോണ്ടാണോ? ഞാൻ ചോദിക്കാം. ആന്റി, ഇതിന്റെ ആളാരാ? ഈ ഉടമസ്ഥനെ, ഈ ഓണർ ഇവരോട് പോവാ? അവരെല്ലാം പോയതെന്താ? ഹലോ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? ആരാ നിങ്ങൾ? അനുവാദമില്ലാതെ ഇവിടെ വന്നെന്തിനാ? അത് അനുവാദം വാങ്ങാൻ ഞങ്ങൾ ഇവിടെ ആരെയും കണ്ടില്ല. ഒരു സെക്യൂരിറ്റി പോലും ഇവിടെ ഇല്ലല്ലോ. ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഇവിടുത്തെ ക്യാമറകളാണ് ഇവിടുത്തെ സെക്യൂരിറ്റി. നിങ്ങൾ വരുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ ആരാ? ഞങ്ങള് അംബിക എന്ന സ്ത്രീയെ കാണാൻ വന്നതാ സർ. ഡോക്ടർ ഗബ്രിയേൽ പറഞ്ഞയച്ച ആൾക്കാരാണോ? അതെ അതെ, ഗബ്രിയേൽ സാറാ ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. മോഴക്കുന്ന് എസ്റ്റേറ്റിലെ ജോലിക്കാരിയായിരുന്ന അംബിക, 48 വയസ്സ്. കഴിഞ്ഞ വർഷം അവിടെ നടന്ന ഉരുൾപൊട്ടലിൽ മിസ്സിംഗ് ആയ കേസല്ലേ അല്ലേ? അതെ, ആ അംബിക തന്നെയാ ഞങ്ങള് കാണാൻ ഉദ്ദേശിച്ചു വന്ന അംബിക. അതെ, ആ അംബിക ഇവിടെ തന്നെയാണോ സർ താമസിക്കുന്നത്? ആ സ്ത്രീ 8 മാസമായി ഇവിടെ തന്നെയാണുള്ളത്. ഞങ്ങക്ക് അവരൊന്ന് കാണാമോ? തീർച്ചയായും കാണാം, വരൂ. ഈ സ്ഥലം പുറത്തുനിന്ന് നോക്കിയാ ഒരു അഭയകേന്ദ്രം എന്ന് ആരും പറയില്ല. ഇത് ആരാ സാർ നടത്തുന്നത്? സാറാണോ ഇതിന്റെ ഉടമസ്ഥൻ? അല്ല, ഞാനിവിടുത്തെ മാനേജർ മാത്രമാണ്. അയർലൻഡിലുള്ള ഒരു മാനേജിംഗ് ട്രസ്റ്റാണ് ഇതിന്റെ ഉടമസ്ഥർ. വരൂ.